ഇന്ന് ഈ പരിപാടിയിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ആരതി എന്നുമായി അഭിമുഖം. ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. നമുക്ക് സാധാരണ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് നമ്മുടെ ശ്വാസനാളത്തിൻ്റെ മേൽഭാഗത്ത് വരുന്ന അണുബാധ അതല്ലെങ്കിൽ അസുഖം എന്ന് പറയുമ്പോൾ ഏതെല്ലാമാണ് ഈ ഗണത്തിൽ വരുന്നത്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റത്തിലെ അപ്പർ പാർട്ട്, ബ്രോങ്കസും ലങ്സും അല്ല ബാക്കി ഭാഗങ്ങൾ, അതായത് നമ്മുടെ മൂക്ക്, നമ്മുടെ സൈനസ്, തൊണ്ട, അതുപോലെ ലാരിങ്സും ഫാരിങ്സും അടങ്ങുന്ന ഭാഗങ്ങളാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ജലദോഷം വരാം, ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷൻസ് വരാം, സൈനസൈറ്റിസ് വരാം, സോർ ത്രോട്ട് വരാം, ചുമ, അതായത് ത്രോട്ടിന്റെ അപ്പർ പാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രോങ്കിയൽ ആസ്മയുടെ ചുമകളോ ലങ് റിലേറ്റഡോ അല്ല, അപ്പർ പാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചുമ, തൊണ്ടേന്ന് കുത്തി ചുമയ്ക്കുക, അങ്ങനെയൊക്കെ വരുന്ന ആ ചുമകളും അതിന്റെ ഇൻഫെക്ഷൻസും എല്ലാമാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നമ്മൾ കവർ ചെയ്യുന്ന ഇൻഫെക്ഷൻസ്. ഇതോടൊപ്പം ചിലപ്പോൾ നമുക്ക് ശബ്ദം പോകുന്ന അവസ്ഥ, തൊണ്ടയടപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ അനുബന്ധമായ ഭാഗങ്ങൾ വച്ചിട്ടാണ് നമുക്ക് പേഷ്യന്റ് വരുമ്പോൾ സിംറ്റംസ് കിട്ടുക. ഒരാൾ തൊണ്ടടപ്പ്, തൊണ്ടയിൽ ഡ്രൈനസ്, ഒരു കരകരപ്പ്, ഒരു വേദന, നമ്മൾ നോക്കുമ്പോൾ ഐഡന്റിഫിക്കേഷൻ ഡയഗ്നോസിസിൽ നമുക്ക് റെഡ്നെസ് അല്ലെങ്കിൽ പസ്റ്റ്യൂൾസ് ഇതെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ അതിനൊരു ലാരിഞ്ചൈറ്റിസോ ഫാരിഞ്ചൈറ്റിസോ അതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. ചിലർ വന്നിട്ട് നമ്മളോട് പറയും തല പാളണു, നമുക്ക് ചെവിയുടെ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും അത് സൈനസിന്റെ തിക്നെസിന്റെ പ്രശ്നമാവാം. അപ്പൊ സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴാണ് മൂക്ക് ഡ്രൈ ആണ്, എനിക്ക് ജലദോഷം വരാറേ ഇല്ല, ഡ്രൈ മൂക്കാണെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയാം സൈനസ് ക്രോണിക് ആയിട്ട് തന്നെ അടഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട്, കാരണം സൈനസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്കള്ളിലുള്ള എയർ പോക്കറ്റ് ആണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഹോൾഡ് ചെയ്യുന്ന സ്കള്ളിന് വെയിറ്റ് കുറവ് തോന്നാൻ, അതായത് നമ്മുടെ ഹെൽമെറ്റിന്റെ വെയിറ്റ് നമ്മുടെ തലയ്ക്ക് എങ്ങനെ കുറവ് തോന്നുന്നു അതുപോലെ എയർ പോക്കറ്റ് ആണ് സൈനസ്. പക്ഷെ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ എയർ പോക്കറ്റിൽ കഫമോ വെള്ളമോ ചിലപ്പോൾ സിവിയർ കേസസിൽ ബ്ലഡ് വരെ കളക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടുക ചെയ്യുക. അപ്പൊ തലയുടെ ഭാരം കൂടുക. അപ്പൊ ചിലവർ പറയും തല എപ്പോഴും സുഖമില്ല ഡോക്ടറെ, കണ്ണ് എപ്പോഴും മന്ദിപ്പാണ്, ഒരു കാര്യം ചിന്തിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയും. തലവേദനയുണ്ട്, പക്ഷെ മിക്കവാറും അവർ തലവേദന ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മൂക്ക് ഒരുപാട് ചീറ്റിയാലേ വരുള്ളൂ. അപ്പോൾ കട്ടയായിട്ടാ വന്നെ. ചിലപ്പോൾ എന്ത് പറ്റും വെച്ചാൽ പച്ച കളറിൽ അല്ലെങ്കിൽ പോളൻ, കാരണം ആസ്പെർഗിലോസിസ് എന്നുള്ളൊരു സിംറ്റം ഉണ്ട്, അതായത് നമ്മുടെ ഫംഗസ് മോൾഡ് വരുന്ന പോലെ ഫംഗസ് ഗ്രോ ചെയ്യും. ഈ കെട്ടിക്കിടക്കുന്ന കഫങ്ങളിൽ ഫംഗസ് ഗ്രോ ചെയ്യുന്ന ഇൻഫെക്ഷൻ, അതൊക്കെ സീരിയസ് ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ സൈനസൈറ്റിസ് ക്രോണിക് ആയിട്ട് വരുമ്പോൾ ഒരു MRIയിലോ അവിടെയൊക്കെ നമുക്ക് തിക്കൻഡ് ആയിട്ടുള്ള ക്യാവിറ്റിയൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ശ്വസനനാളിയുടെ മേൽഭാഗത്തുള്ള അണുബാധ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്തൊക്കെയാകാം? മോസ്റ്റ്ലി പറയുമ്പോൾ വൈറലാണ്. അതാണ് ഇവിടെ വരുന്നത്. ഇന്നിപ്പം നമ്മുടെ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ്, നമുക്ക് രൂപാന്തരപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, ഇപ്പം നമ്മൾ കണ്ട കൊറോണ തൊട്ട് H1N1 തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെയും പ്രൈമറി സൈറ്റ് വരിക അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, അതായത് ഒരാൾ തുമ്മിക്കഴിഞ്ഞിട്ട് വീഴുന്നത്, അപ്പോൾ കണ്ടാമിനേറ്റഡ് സർഫസ്, ഡയറക്റ്റ് കോൺടാക്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വൈറൽ സ്പ്രെഡിനുള്ള ഒരു മെയിൻ കാരണമായിട്ട് വരിക. പിന്നെ 99% വൈറൽ കാരണമാണെങ്കിൽ നമുക്ക് 1% ബാക്ടീരിയൽ കാരണങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഫംഗൽ കാരണങ്ങളും എടുക്കാം. അതിൽ ബാക്ടീരിയൽ എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി നമ്മൾ കാണുക സ്ട്രെപ്റ്റോകോക്കസ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ റെക്കറൻ്റ് ആയിട്ടായിരിക്കും ടോൺസിലൈറ്റിസ് വരിക. അപ്പോൾ അത് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റിലെത്തും സബ് അക്യൂട്ട് ടോൺസിലൈറ്റിസ്, അതായത് അസുഖം ഉണ്ടോ അസുഖമില്ല, പക്ഷെ ടോൺസിൽസ് നോർമലിനേക്കാൾ വലുപ്പം കൂടി നിൽക്കും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൺസിൽസ് നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്റ്റീവ് ഓർഗൻ ആണ്. അപ്പോൾ ടോൺസിൽസ് വലുതായിട്ട് നമ്മുടെ ശ്വസനനാളത്തെ അടച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ താഴേക്ക് പോയില്ലല്ലോ. അപ്പോൾ ഇത് ബോഡിയുടെ ഒരു പ്രൊട്ടക്ഷനാണ്, പ്രതിരോധമാണ്, പ്രൊട്ടക്ഷനാണ്. കാരണം റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക, അതിനെയൊക്കെ ടോൺസിൽസ് പിടിച്ചെടുത്തിട്ട് ഒന്ന് വലുതായിട്ട് അടഞ്ഞിരിക്കുക. പക്ഷെ ഇതിനെന്താ പറ്റുകയെന്ന് വെച്ചാൽ വോയിസ് ലോസ് വരാം, എക്സേർട്ട് ചെയ്ത് സംസാരിക്കേണ്ടി വരാം. നമ്മൾ തൊണ്ടയിൽ നോക്കുമ്പോൾ എന്നും ആ കുട്ടിക്ക് ടോൺസിലൈറ്റിസ് ആണ്, പക്ഷെ വേദനയോ പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് സബക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ എന്ന് പറഞ്ഞാൽ ഇത് റുമാറ്റോയിഡ് അല്ലെങ്കിൽ റുമാറ്റിക് കാരണങ്ങൾക്ക് ഭാവിയിൽ പ്രോബ്ലം ആവുന്നതാണ്. കുഞ്ഞിൽ നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ റെക്കറൻ്റ് ആയിട്ട് ടോൺസിൽസ് വന്നിട്ടുള്ള കുട്ടിക്കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ടാവാം ഈ RA പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ. ബിക്കോസ് ബാക്ടീരിയൽ ആയിട്ടുള്ള ജോയിന്റ്
ഇൻഫെക്ഷൻസ് ഒരുപാടുണ്ട്. റൊമാറ്റിക് ഫീവർ വരാൻ സാധ്യത. അപ്പൊ അത് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇവിടെ ലോഡ്ജ്ഡ് ആണ്, ഒന്നല്ലോ ഇവിടെ ഫുള്ളി മാറാതെ ബാക്ടീരിയ ഇവിടെ കിടക്കുന്നുണ്ട്, അത് ബോഡിയുടെ വേറെ സൈറ്റിലേക്ക് ലോഡ്ജ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വൈറൽ ഇൻഫെക്ഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസും ആണ്, ഞാൻ പറഞ്ഞ ആസ്പെർഗിലോസിസ് എന്ന് പറയുന്ന പോലെ ഫംഗൽ ഇൻഫെക്ഷൻസും ആണ് ഇതിന് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സ് ഒരു പരിധി വരെ ഇതിന് യൂസ്ഫുൾ അല്ല. വൈറൽ ആയതുകൊണ്ട് യൂസ്ഫുൾ അല്ല. ഇപ്പോൾ ഇത് അഥവാ നമ്മൾ ചികിത്സിക്കാതിരിക്കുകയാണ്, ഇപ്പോൾ കാലാവസ്ഥയുടെ മാറ്റമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് വിട്ടുകളയുകയാണെങ്കിൽ ഇത് സങ്കീർണതകളിലേക്ക് നയിക്കില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബോഡിയുടെ പ്രൈമറി ഡിഫൻസ് സിംറ്റം ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ ഉള്ളിലേക്ക് വരുന്നതിനെ പ്രതിരോധിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു തുമ്മലോ ഒരു ചെറിയ ടെമ്പറേച്ചർ റൈസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയാം 7 to 10 days ഇൻ പ്രോപ്പർ ഇമ്മ്യൂണിറ്റിയിൽ ഈ അസുഖം കംപ്ലീറ്റ്ലി റിസോൾവ് ചെയ്യും, വേറെ സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലാതെ. അതായത് ചെറിയൊരു വാട്ടറി നോസ് വന്നു, ചെറിയൊരു പനി വന്ന് പിന്നെ മാറി, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ തന്നെ വെച്ച് ഇൻഫെക്ഷനെ ഡിറ്റക്ട് ചെയ്തു ബോഡിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരെണ്ണം കയറുന്നുണ്ട് എന്നുള്ള ഐഡന്റിഫിക്കേഷൻ കിട്ടി, അതിനെ പ്രതിരോധിച്ചു, ബോഡിയിൽ തന്നെ ആന്റിബോഡീസ് ഉണ്ടാക്കി. നമ്മുടെ ബോഡി അങ്ങനെയാണ് വൈറൽ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുക, ബ്ലഡിൽ ആന്റിബോഡീസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അങ്ങനെ മാറാം. പക്ഷെ ഇതിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ ഇതിന് തുമ്മലിന് മരുന്നോ അല്ലെങ്കിൽ തലവേദനയ്ക്ക് മരുന്ന് എടുക്കുമ്പോൾ ഒരു ലോ ഗ്രേഡ് ഫീവർ ആയിട്ട്, ചെറിയൊരു പനിയായിട്ട്, ചെറിയൊരു കഫക്കെട്ടായിട്ട്, ചെറിയ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു തുമ്മലായിട്ട്, കഫം ചെറുതായിട്ട് മഞ്ഞ കളറായി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻഫെക്ഷൻ കുറച്ച് ദിവസങ്ങൾ നിന്ന് കഴിഞ്ഞ് ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലേക്കൊക്കെ പിന്നെ വളരുന്ന സാധ്യതകളിൽ ഇത് റിസ്ക് ഫാക്ടേഴ്സ്. കാരണം ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുക, ബ്ലഡിലെ പ്രതിരോധം കുറഞ്ഞു പോവാന്നൊക്കെ വരുമ്പോഴാണ് ഇതൊരു ത്രെറ്റനിങ് ആയിട്ടുള്ള അസുഖമാവുക. ഇത് മറ്റു ഭാഗത്തേക്കും വേണമെങ്കിൽ ഇൻഫെക്ഷൻ വ്യാപിച്ചുകൂടെ? ഇപ്പം മെനിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെ വരുന്ന പോലെ അക്യൂട്ട് സിംറ്റംസിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിൽക്കുമ്പോഴും പ്രോപ്പർ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്ക് ഇത് ബോഡിയിൽ എങ്ങോട്ടും പോവാം. ഇപ്പൊ റീസെന്റ് നമ്മൾ കാണുന്ന ന്യൂമോണിയാസ്, നമ്മൾ കാണുന്ന ബ്രോങ്കിയൽ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം ഡെത്തിലേക്ക് പോലും റിസൾട്ട് ചെയ്യുന്നത് പേഷ്യന്റിന്റെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ്. സെപ്സിസ് വരെ, ബ്ലഡിൽ സെപ്റ്റിസീമിയ സംഭവിക്കാം, മെനിഞ്ചിയൽ ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ നമുക്ക് അതിനൊക്കെ ട്രിഗർ സൈൻസ് ഉണ്ട്. പേഷ്യന്റിന്റെ ട്രിഗർ സൈൻസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ റെക്കറന്റ് ആയിട്ട് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും. കാരണം ഒരാഴ്ചയിൽ തന്നെ 3-4 പ്രാവശ്യം മരുന്ന് മാറ്റേണ്ടി വരുമ്പോൾ ഒക്കെ തന്നെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് ക്രോണിക് ആയിട്ട് ഇത് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇതിൽ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ അക്യൂട്ട് അപ്രോച്ചും ക്രോണിക് അപ്രോച്ചും അവൈലബിൾ ആണ്. നമുക്ക് എങ്ങനെ ഇതിന്റെ ആദ്യം ശരിക്ക് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസിസ് എങ്ങനെ ആദ്യം ചെയ്യുന്നത്? സിമ്പിൾ. ഇപ്പൊ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എൻ ഇമ്മീഡിയറ്റ് കോസ്. അതായത് വീട്ടിൽ വന്ന ഒരാൾക്ക് പനി ഉണ്ടായിരുന്നു ഡോക്ടറെ, അല്ലെങ്കിൽ ഇന്ന തണുത്ത വെള്ളം കുടിച്ചിട്ട് വന്നൊരു ഇൻഫെക്ഷൻ ആണ്, അതല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം ഓഫീസിൽ AC കാരണം നമ്മുടെ ജോലിയുടെ ഇതൊക്കെ ഭാഗമായിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കൂടുതലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ഒരിക്കലും സ്ലോ അല്ല. നമ്മുടെ മരുന്ന് കൊടുത്തിട്ട് കറക്റ്റ് മെഡിസിൻ ആണെങ്കിൽ വിതിൻ 24 hours ദ സിംറ്റം മസ്റ്റ് റിസോൾവ്. കംപ്ലീറ്റ്ലി പനി കുറയണം, ക്ഷീണം മാറണം, ജലദോഷം കുറയണം. ഞാൻ പറഞ്ഞു മനസ്സിലായി, ഉള്ളിൽ എനർജി ഫീൽ ചെയ്യണം, പേഷ്യന്റ് ടയേർഡ് ആവരുത്, വേറെ പ്രോബ്ലംസിലേക്ക് പോവരുത്. പക്ഷെ നെക്സ്റ്റ് ഡേ ഇയാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഡോക്ടറെ മാറിയില്ല, നല്ല ഹൈ ടെമ്പറേച്ചർ ആയി, കഫം പഴുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൂടെ സീരിയസ് ഇൻഫെക്ഷൻ ആണ്. അപ്പോഴാണ് നമ്മൾക്ക് കുറച്ചും കൂടെ, കാരണം ഹോമിയോപ്പതിയിൽ വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസ് അവൈലബിൾ ആണ് ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ സെക്കൻഡ് ഗ്രേഡ് റെമഡിയിലേക്ക് പോവാതെ ക്ലൈമാറ്റിക് റെമഡീസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും നന്നായിട്ട് ഹോമിയോപ്പതിയിൽ നമ്മളിപ്പോൾ എപ്പിഡമിക്സിനെ ഒക്കെ ഡീൽ ചെയ്തു. അപ്പോൾ എപ്പിഡമിക്സ് ആണെങ്കിലും ഇൻഡിവിജ്വൽ കേസസ് ആണെങ്കിലും ഹോമിയോപ്പതിക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗുണം എന്നുള്ളത് ഇപ്പൊ ചോദിച്ച പോലെ ഇതിന്റെ ഒരു സ്പ്രെഡ്, നമ്മൾ ഒരാളുടെ കേസ് എടുത്തിട്ടാ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇത് ഏത് ലെവൽ വരെ വരാം. കാരണം പറയും ഡോക്ടറെ തുമ്മലാണ് എപ്പോഴും, അപ്പൊ അച്ഛന് അലർജിയാണ്, അമ്മയ്ക്ക് ആസ്മയാണ്. അപ്പൊ വി ഹാവ് ദിസ് റിസ്ക് ദാറ്റ് ഈ കുട്ടിക്ക് എന്തെങ്കിലും കോംപ്രമൈസ്ഡ് ആയ ഇതിലേക്ക് പോവാം എന്നുള്ളൊരു ധാരണ വച്ചിട്ട് നമ്മൾ ക്രോണിക് ആയിട്ട് കേസ് എടുത്തിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അസുഖങ്ങൾ വരില്ല. അപ്പൊ ഇതാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുക. പക്ഷെ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ മഴക്കാലത്ത് ഒരു കൂട്ടം, ഇപ്പൊ ഒരു സ്കൂളിൽ കോമൺ ആയിട്ട് ഒരു അസുഖം വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ജീനസ് എപ്പിഡമിക്കസ് എന്ന് പറയും. നമ്മുടെ ഗവൺമെന്റ് തന്നെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എടുത്തിട്ട് അതിന്റെ വെച്ചിട്ടുള്ള സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ എപ്പിഡമിക് റെമഡീസ് എല്ലാ പ്രാവശ്യവും നമുക്ക് ഉണ്ടാവാറുണ്ട്. കോമൺ റെമഡീസ് തന്നെ എല്ലാവർക്കും കൊടുക്കും, പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ള രീതി. അസുഖമില്ലാതെ ഒരു പ്രൊഫൈലാറ്റിക് എന്ന് പറയുന്ന പോലെ അസുഖമില്ലാതെ വരാതിരിക്കാനായിട്ട് നമുക്കൊരു പ്രതിരോധ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് മരുന്ന് കഴിക്കാൻ കഴിയും. ഡെഫിനറ്റ്ലി. ഒരു എപ്പിഡമിക് വരുന്നുണ്ട്, ക്ലൈമാറ്റിക് ചേഞ്ചിൽ ഉണ്ടായി, നമുക്ക് സിംറ്റംസ് കാണുന്നുണ്ട് ലൊക്കാലിറ്റി എന്നുണ്ടെങ്കിൽ എപ്പോഴും
പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പം നമ്മൾക്ക് ഹോമിയോപ്പതിയിൽ സേഫ് ആയിട്ടുള്ള പ്രൊഫൈലാറ്റിക് കാര്യങ്ങൾ, കാരണം ഇന്നിപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെടുത്താലും നമുക്ക് ഇന്നത്തെ ക്ലൈമറ്റിലെ അസുഖങ്ങളെല്ലാം തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും സേഫും ഏറ്റവും ചീപ്പസ്റ്റും 100%, അതായത് പാല് കൊടുക്കുന്ന അമ്മമാർക്കും കൊടുക്കാം, ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്കും കൊടുക്കാം, ഏത് അസുഖമുള്ളവർക്കും നമുക്ക് ഈ മരുന്നുകൾ കൊടുക്കാം, ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ മാറ്റാനും പറ്റും. ഇത് സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത് കോണ്ടാക്റ്റിലൂടെ, അതല്ലെങ്കിൽ എയർ ഡ്രോപ്ലെറ്റ് എങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം പ്രിവെൻഷൻ എന്നുള്ളതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസംസ്, അതായത് മാസ്ക് യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് സാനിറ്റൈസേഷൻ എടുക്കുക, പിന്നെ ഫുഡിൽ നമ്മൾ പറയുന്ന പോലെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന മൾട്ടി വൈറ്റമിൻസ്, വൈറ്റമിൻ സി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല ബ്രീതിങ് ഹാബിറ്റ് ഉണ്ടാക്കുക. അതെന്നെ വളരെ കുറവാണ് നമുക്കുള്ളത്, ഹാബിറ്റ് ഉണ്ടാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേസൽ കൺജഷൻസിനൊക്കെ നേസൽ പോളിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ടുള്ള അസുഖമാണത്. അതേപോലെ ഇപ്പം നമ്മൾ കാണുന്ന പോലെ DNS, ആൾക്കാർ പറയും സർജറി ചെയ്ത് ട്രീറ്റ് ചെയ്യാമെന്ന് പറയും. പക്ഷെ സർജറി ഒരു കോസ്മെറ്റിക് എഫക്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം വർഷങ്ങളായിട്ട് ആൾ ശ്വസിച്ചിട്ട് ആളുടെ പാത്വേ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കാനായിട്ട് നമുക്ക് ഹെൽത്തി ബ്രീതിങ് ഹാബിറ്റ്സ് സെലക്ട് ചെയ്യാണ് ഒരു പരിധി വരെ പ്രിവെൻഷനും ലങ് കപ്പാസിറ്റി കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. അതോടൊപ്പം ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ, അത് എങ്ങനെയാണ് ഈ അസുഖങ്ങളെ ബാധിക്കുന്നത്? പുകവലി മാത്രമല്ല, പുകവലി വലിയൊരു ദുശീലാണ്. അത് മാത്രമല്ല, മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ വരെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. പുകവലി എന്ന് പറയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ എല്ലാം നമ്മുടെ ഈ ഡെപ്പോസിറ്റ്സ് ആണ്, അതായത് നർക്കോട്ടിക് ഡെപ്പോസിറ്റ്സ് ആണ് അവിടെ വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാതെ നമ്മൾ ഓവറായിട്ട് വൈറ്റമിൻസ് ഒക്കെ കഴിച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ നോക്കുക. അതും ഉണ്ടൊരു പ്രശ്നം. കാരണം അങ്ങനെ ആവശ്യമില്ല, ബോഡിക്കെല്ലാം ആവശ്യത്തിന് കൊടുക്കുക, ഓവർ ആക്കാതെ. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാൻ തന്നെ, തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും ബോഡി വെയിറ്റ് വെച്ചിട്ടാണ് അലോപ്പത്തിക് മെഡിസിൻ ഡോസ് നിർണ്ണയിക്കുക. ഹോമിയോപ്പതിയിൽ അങ്ങനെയില്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി സേഫാണ്. ആ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് ആണ് അതിൻ്റെ പ്രത്യേകതയാണ്. ചിലവർ പറയും ഡോക്ടർ എനിക്ക് AC നിന്ന് എടുത്ത് എണീറ്റ് ചൂടിലേക്ക് പോകുമ്പോഴാണ് തുമ്മൽ. ചിലവർ പറയും ഡോക്ടർ എനിക്ക് AC ഇരുന്ന ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ചൂടത്തിരുന്ന ഒരു കുഴപ്പമില്ല. ഇപ്പം ദുബായിൽ നിന്നൊക്കെ വന്നവർ പറയും ഡോക്ടർ ദുബായിൽ തുമ്മലില്ല, നമ്മുടെ ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് തുമ്മൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ പേഷ്യൻ്റ് ഒരു സ്പെസിഫിക് പേഴ്സൺ ആയിട്ട് സിംറ്റംസ് എടുത്ത് ഹോമിയോയിൽ മരുന്ന് കൊടുക്കാം. ഇനി ചിലവർ വർഷങ്ങളായിട്ട്, അതായത് മൂക്കുന്ന് വല്ലാണ്ട് ചീഞ്ഞ പോലത്തെ മണം വരിക, ഇതൊക്കെ വന്ന് നമ്മുടെ അടുത്ത് വരുന്ന സർജറി കഴിഞ്ഞിട്ടും വരിക എന്നൊക്കെ വരുന്ന കേസസ്, ഒട്ടോറിയ, ചെവിയുടെ പ്രശ്നങ്ങൾ. കാരണം അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുമ്പോൾ ഇയർ, നോസ്, ത്രോട്ട് എവിടേക്കും ഈ ഇൻഫെക്ഷൻ ക്രോണിക് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പം നമുക്ക് നല്ല രീതിയിൽ അവർക്കൊരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കൊടുക്കാനും നമുക്ക് പറ്റും. കാരണം രാവിലെ തന്നെ എണീറ്റ് തുമ്മൽ തുടങ്ങി അന്നത്തെ ദിവസം നമുക്കറിയാലോ. അതേപോലെ തന്നെ നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇന്ന സ്ഥലത്ത് പോകാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ ഹോമിയോ മരുന്നിലൂടെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്ങും നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ട് എല്ലാ ഈ ക്ലൈമറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിലെ അലർജിയോ ആസ്മയോ എന്തായിക്കോട്ടെ നല്ല രീതിയിൽ നോക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്കൊരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു, ഹോമിയോ മരുന്ന് കഴിച്ചു, അസുഖം മാറി, ഇത് അടുത്ത ആൾക്ക് വരുമ്പോൾ അയാൾക്ക് സ്വയം എടുത്ത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ ഇൻഡിവിജ്വലൈസേഷൻ, അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അച്ഛനാണ് വീട്ടിലേക്ക് ജലദോഷവും പനിയും കൊണ്ടുവന്നത്. അച്ഛനുണ്ടായത് തലവേനയും മേലുവേനയാണ്. വീട്ടിലൊരു കുട്ടിയുണ്ട്, കുട്ടിക്ക് ഉണ്ടായത് വയറിളക്കാന്ന് വെച്ചോളൂ. നമ്മുടെ ഇതേ ഓർഗാനിസം ഉണ്ടാക്കിയ വേറൊരു അസുഖമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇതിന്ന് പനി വന്നു, ഇവരെന്ത് ചെയ്യും, ഈ പനിയും ഒരേപോലെ എടുക്കും. അച്ഛന് പനി വന്നു, കുട്ടിക്ക് പനി വന്നു. അങ്ങനെയല്ല, നമുക്ക് ആ കുട്ടിയുടെ സിംറ്റം വേറെയാണ്. കാരണം വയറിളക്കും വേറെ പ്രശ്നങ്ങളുമായിട്ടാണ് ആ ഫീവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അച്ഛൻ പ്രസന്റ് ചെയ്തത് വേറെ സിംറ്റംസ് ആണ്. അപ്പോൾ പ്രിഫറബിളി ഒരു ഡോക്ടറിന്റെ അഡ്വൈസിൽ കഴിക്കുക. പിന്നെ ജീനസ് എപ്പിഡമിക്കസ് എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഒരു എപ്പിഡമിക് വരുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 1000 പേരുള്ള ലൊക്കാലിറ്റിയിൽ 700 പേര് ഈ സിംറ്റംസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ സിംറ്റംസ് പ്രിഡോമിനന്റ് ആണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാം ബാക്കി 300 പേർക്ക് വരരുത്. അപ്പം നമുക്ക് 700 പേരുടെ സിംറ്റംസ് ടാബ്ലേറ്റ് ചെയ്ത് അതിനൊരു കോമൺ റെമഡി കണ്ടുപിടിച്ച് മാക്സിമം സിംറ്റംസ് ഒരേപോലെ ഉള്ളത് കണ്ടുപിടിച്ചിട്ട് ഗവൺമെന്റ് പറയുന്ന പോലെ നമ്മൾ ഹോമിയോപ്പതിയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ, എല്ലാ വർഷവും എല്ലാ എപ്പിഡമിക് വരുമ്പോഴും നമ്മൾ ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് എടുത്തിട്ട് മാസ് രീതിയിൽ തന്നെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ സേഫ് ആയിട്ടുള്ള എഫക്ട്സ് കാണുന്നുണ്ട്. ഈ സാധാരണ എങ്ങനെയാണ് ശരിക്കും ഈ ഹോമിയോപ്പതി മരുന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പൊട്ടൻസി നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിക്ക് ഈ OTC നമുക്ക് പോയി വാങ്ങി കഴിക്കാൻ പറ്റുമോ? ഇന്ന പൊട്ടൻസി എന്ന് പറഞ്ഞു അതേക്കുറിച്ചൊന്ന് പറയാം. ഒരു കാരണവശാലും ഹോമിയോപ്പതി എന്ന് പറയുന്നത് ജലദോഷത്തിന് പൾസാറ്റില്ല, തൊണ്ടവേനയ്ക്ക് ബെലഡോണ അങ്ങനെയല്ല.
ബെലഡോണയുടെ ഇന്ന രീതിയിൽ സിംറ്റംസ് വന്നാൽ നമ്മുടെ മ്യൂസിക്കിന്റെ ഒക്ടേവ്സ് പോലെയാണ്. അതായത് നമ്മുടെ സ്വരസ്ഥാനങ്ങളുള്ള പോലെ ഒരു മരുന്നിന് തന്നെ അത്രയും പൊട്ടൻസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന അവസ്ഥ തീരെ തളർന്നിട്ടാണോ അതോ വലിയ കുഴപ്പമില്ലേ, പ്രായം, അതേപോലെ അയാളുടെ ബോഡിയുടെ അയാൾ കഴിക്കുന്ന അസുഖങ്ങളുടെ മരുന്നുകൾ, ഇതെല്ലാം നോക്കിയിട്ടാണ് പൊട്ടൻസി നിശ്ചയിക്കുന്നത്. പിന്നെ ജീനസ് എപ്പിഡമിക്സിന് കൊടുക്കുമ്പോൾ ഒരു കോമൺ പൊട്ടൻസി സെലക്ട് ചെയ്തിട്ട് 30-100 ഈ പൊട്ടൻസീസ് സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുക. ഈ പൊട്ടൻസി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ നമ്മൾ സെഫലാക്സിൻ 500 mg എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് അല്ല പറയുന്നത്. അല്ല പൊട്ടൻസി എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിയുടെ മാത്രമായിട്ടുള്ളൊരു സ്വത്താണ് പൊട്ടൻറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡൈനാമിക് എനർജി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെള്ളം ഒരു ഹൈറ്റ് എന്ന് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഹിഡൻ എനർജിയാണ്. ഇപ്പോൾ ഫാർമക്കോപ്പിയ, അലോപ്പതി ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, നമ്മുടെ ഫാർമക്കോപ്പിയയിലെ സോഴ്സസ് സെയിം ആണ്. പക്ഷെ ഓരോ മെഡിസിനും നമുക്കൊരു ഫാർമക്കോളജിക്കൽ ഡോസ്, ഒരു ഫിസിയോളജിക്കൽ ഡോസ്, ഒരു ഡൈനാമിക് ഡോസ് ഉണ്ട്. ഇപ്പൊ ഉപ്പെന്നെ എടുത്താൽ തന്നെ നോർമൽ രീതിയിൽ ഉപ്പ് വളരെ ഇനേർട്ട് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. പക്ഷെ ഉപ്പ് നമുക്ക് മരുന്നായിട്ട് അലോപ്പതിയിലും ഹോമിയോയിലും ആയുർവേദത്തിലും ഉണ്ട്. കാരണം അതിന്റെ ആ ഒരു രീതിയെ നമ്മൾ പുറത്തേക്ക് എടുത്തു കൊണ്ടുവരുന്ന അത് ഡിഫറൻസ് ആണ്. അലോപ്പതിയിൽ സ്ട്രെങ്ത് വെച്ചിട്ടാണ്, ഹോമിയോപ്പതിയിൽ ഒരു പ്രോസസ് ഓഫ് പൊട്ടൻറ്റൈസേഷൻ വെച്ചിട്ടാണ്. അതായത് ഇനേർട്ട് ക്വാളിറ്റീനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ എനർജൈസ് ആണ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് ഡൈനാമിക് എനർജി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനുള്ള വളരെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എൻസൈംസും എന്താണെങ്കിലും വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിലാണ് ഉള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹോമിയോപ്പതി എപ്പോഴും വർക്ക് ചെയ്യുന്നത് സെക്കൻഡറി ആക്ഷനിലാണ്. അതായത് പ്രൈമറി ആക്ഷൻ, സെക്കൻഡറി ആക്ഷൻ എന്ന് ഞങ്ങൾ ബൈബിൾ ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ബുക്കിൽ ഓർഗനോണിൽ തന്നെ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ബോഡിക്ക് ഒരു മരുന്ന് കൊടുത്ത് ബോഡി ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയിലാണ് അസുഖം മാറുന്നത്, മരുന്നിൻ്റെ അല്ല. ബോഡിക്ക് നമ്മൾ സെൻസിറ്റൈസ് ചെയ്ത് ബോഡിക്ക് വേണ്ട സാധനം, അതാണ് അയാളെ നോക്കി ആളെ മനസ്സിലാക്കി അയാൾക്ക് വേണ്ട സാധനം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അയാളുടെ ബോഡി പ്രതികരിക്കുന്ന ഒരു രീതിയിലാണ് അസുഖങ്ങൾ മാറുന്നത്. അപ്പോൾ അയാളുടെ ബോഡി തന്നെയാണ് ഇമ്മ്യൂണിറ്റി കൂട്ടി അസുഖം മാറ്റണത്. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഹോമിയോ മരുന്നുകൾ ഏതൊരു അസുഖത്തിനും നമുക്ക് നിർത്താൻ പറ്റുന്നത്. കാരണം ബോഡി കേപ്പബിളായി, ബോഡി പ്രാപ്തമായി. നമ്മൾ പുറത്തുനിന്ന് കൊടുത്തോണ്ടിരിക്കുകയല്ല, ബോഡി പ്രാപ്തമായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിഫറെന്റ് പൊട്ടൻസി നമ്മൾ അതനുസരിച്ച് കുറച്ചു കൊണ്ടുവരിക, കൂട്ടിക്കൊണ്ടുവരിക, ബോഡിക്ക് വേണ്ടി ട്യൂൺ ചെയ്ത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കസ്റ്റം മെയ്ഡ് ആയിട്ട് ഓരോ കേസസ് നോക്കുന്നത്. ഇത്തരത്തിൽ ഹോമിയോ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഒരു പരിധിയല്ല, നമ്മളൊക്കെ അമ്മമാരാണ്, നമ്മുടെ കൂട്ടുകാരും കുട്ടികളും നമ്മളെ കാണുന്ന പേഷ്യൻസും എല്ലാവരും ഉണ്ട്. കംപ്ലീറ്റ്ലി ആവശ്യമില്ലാത്ത ഒരു മരുന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആക്കിയിട്ട് ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ പറ്റും. കാരണം ഇപ്പൊ സ്കൂൾ തുറക്കണ സമയമാണ്, ഒരു കുട്ടി ജലദോഷമായിട്ട് വന്നാൽ ഉടനെ ഇപ്പൊ സ്കൂൾ തുറക്കണ വേറെ കുട്ടികൾ വരണ്ടെന്നാ. അപ്പൊ നമ്മൾക്ക് അറിയാം അതിന്റെ ഒരു ഇന്റൻസിറ്റി വരുന്നത്. അപ്പൊ നമ്മൾ പ്രിവെന്റീവ് കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെ സിംറ്റം വരുമ്പോൾ തന്നെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം അത് വന്നു ഡോക്ടർ, ഈ വർഷം അവനത് വരരുത് എന്ന് പറഞ്ഞു വന്നവരുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് നമുക്കറിയാം അവന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് അത് കൊടുത്തു വിടുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഭംഗിയായിട്ട് ആ കുട്ടി സ്കൂളിൽ പോകുന്നു, വലിയ പ്രശ്നങ്ങളില്ല. FM ഹെൽത്ത് ലൈനിൽ വന്ന് ശ്വസനനാളത്തിലുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചും ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ആരതി എന്നുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.